സോഷ്യോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞ് മൊത്തത്തിലൊരു ഓളവും ക്ഷീണവും ഒക്കെ ആയിട്ടായിരിക്കും എല്ലാവരും ഒന്ന് അറിയാം. പക്ഷേ നമ്മുടെ കവടി നിരത്തിലും പരിപാടികളിലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ആഴ്ച നമ്മളൊന്ന് നോക്കുന്നത് പലരുടെയും ഭാവികളും ഭൂതങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ളൊരു അവിയൽ അധ്യായമായിരിക്കും ഇത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല പല രീതിയിലുള്ള പ്രചരണങ്ങൾ, അത് പുതുമയൊന്നുമല്ല കേരളത്തിൽ. അതായത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് പറയുന്നൊരു വ്യവസ്ഥ കണ്ടുപിടിച്ചത് തന്നെ മലയാളികളാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കവടി നിരത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല. ആരൂഢത്തിൽ തന്നെ അതിൽ തടസ്സം കാണുന്നു. എന്നാലും ആ ഒരു വ്യവസ്ഥിതി പരക്കെ നിലനിൽക്കുന്നൊരു രാജ്യമാണ് കേരളം എന്നുള്ളതിനാൽ ഈ ഒരു അവിയൽ പരുവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കവടി നിരത്തി നോക്കി അതിൻ്റെ ഫലങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ ഉദ്ദേശം. അപ്പോൾ അതിലാദ്യം നമുക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരമാണ് തെളിഞ്ഞു വന്നത്. തിരുവനന്തപുരം എന്താണ് തെളിഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി നേടിയ ഉജ്ജ്വലമായ വിജയം. ഏതാണ്ട് 45 കൊല്ലത്തെ അന്തംകമ്മി ഭരണത്തെ അവസാനിപ്പിച്ച് ഭരണം പിടിച്ചെടുത്ത NDAയുടെ നേട്ടം, അതാണ് തെളിഞ്ഞു വന്നത്. പക്ഷേ അതിനേക്കാളും മുകളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യം തെളിഞ്ഞു വന്നു. അപ്പോൾ പലരും പറയും രാജീവ് ചന്ദ്രശേഖർ മുതൽ നരേന്ദ്രമോദി വരെയുള്ള BJPയുടെ പ്രമുഖരായ നേതാക്കളുടെ പ്രാഗൽഭ്യവും പ്രവർത്തന ഫലവുമായിട്ടാണ് ഈ വിജയം തിരുവനന്തപുരത്ത് സാധ്യമായതെന്ന്. അത് ഒരു പരിധിവരെ സത്യവുമാണ്. കാരണം നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം, രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളൊരു നേതാവ്, പിന്നെ പ്രവർത്തകർ, കാര്യകർത്താക്കൾ ആയിട്ടുള്ള പ്രവർത്തകർ, നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച പ്രവർത്തകർ, ഇവരുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളുണ്ട് ഈ വിജയത്തിൽ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിലൊക്കെ മുകളിൽ ഈ അലഭ്യലഭ്യശ്രീ എന്നൊരു സിനിമയിൽ ഒരു ഭാഗ്യയോഗമുണ്ട്. അതായത് കൂടെ നിൽക്കുന്നവന്, എനിക്കിപ്പോൾ ഈ അലഭ്യലഭ്യശ്രീ യോഗമുണ്ടെങ്കിൽ ആ ഭാഗ്യം കൂടെ നിൽക്കുന്നവനായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പഴയ മേയർ, എക്സ് മേയർ കുഞ്ഞാവയ്ക്ക് ഈ യോഗമുണ്ട്. ഭാഗ്യം കിട്ടിയത് പക്ഷെ കൂടെ നിന്ന സഖാക്കൾക്കല്ലായിരുന്നു. എതിർവശത്ത് ഇരുന്ന് കുഞ്ഞാവ ഫ്രോഡാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന BJPക്കാർക്കായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം രാജീവ് ചന്ദ്രശേഖരോ നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലും BJPക്ക് വേണ്ടിയിട്ട് ഇത്രയും അക്ഷീണമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. അമ്മാതിരി പ്രവർത്തനമല്ലായിരുന്നു കുഞ്ഞാവ. തകർത്ത് കൈ കൊടുത്തില്ലേ. ഒന്നും കൂടി ഒരു കുഞ്ഞാവയ്ക്കൊരു 2 മാസം കൂടി കൊടുത്തിരുന്നെങ്കിൽ BJPക്ക് ഒരു 70 സീറ്റ് കുഞ്ഞാവ മേടിച്ച് കൊടുത്തിട്ടേ പോവുകയുള്ളായിരുന്നു. ഇപ്പം 50 കിട്ടിയുള്ളൂ. ഒരു 20 എണ്ണം കൂടി കുഞ്ഞാവ എങ്ങനെയായാലും ഉറപ്പിച്ച് കൊടുത്തേനെ. അപ്പോൾ കുഞ്ഞാവ ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് പിന്നോട്ടില്ല, നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്നാണ് കുഞ്ഞാവ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ പ്രവർത്തന മേഖല ഒന്നെങ്കിൽ നിയമത്തേക്ക് മാറ്റി അവിടെ BJPയെ ഈ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ കോഴിക്കോട് ഇടയ്ക്ക് മാറ്റി അവിടെ വിജയിപ്പിക്കുക. അതായിരിക്കും കുഞ്ഞാവയുടെ ഇനി അലഭ്യലഭ്യശ്രീ യോഗം. കുഞ്ഞാവയുടെ പ്രവർത്തന രീതികളും. കുഞ്ഞാവ വളരെ ഫോക്കസ്ഡാണ്. BJP അധികാരത്തിൽ കേരളത്തിൽ വരില്ലെന്നോ, ഓരോ മണ്ഡലങ്ങളിലും പോയി അലഭ്യലഭ്യശ്രീ BJPക്കാർക്ക് കൊടുക്കാനാണ് കുഞ്ഞാവൻ നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കുഞ്ഞാവയുടെ കാര്യം. ഇനി അടുത്തത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടുക്കി ഗോൾഡ് മണിയൻ. കാരണം മണിയൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കാരണബോധത്തിൻ്റെ അപ്പൻ്റെയും മണിയൻ്റെ അപ്പന്മാരുടെ ഒക്കെ വീട്ടിൽ നിന്നാണ് ഈ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കാശെടുത്തുകൊണ്ട് വന്നത്. അതെല്ലാം മേടിച്ച് നക്കിയിട്ട് നന്ദിയില്ലാത്തവന്മാർ വോട്ട് തന്നില്ല എന്നാണ് ഇടുക്കി ഗോൾഡ് മണിയൻ പറയുന്നത്. അത് അടിസ്ഥാനപരമായിട്ടൊരു എന്താ പറയുക, കള്ള് കുടിച്ചിരുന്ന കുരങ്ങൻ കഞ്ചാവ് വലിച്ചു, ആ കുരങ്ങൻ്റെ വാലിൽ തേളും കുത്തിയെന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് സ്ഥായിയായിട്ട് ഈ ഇടുക്കി ഗോൾഡ് മണിയൻ നിലനിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഈ കവടി നിരത്തിയപ്പോൾ കാണാനിടയായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെയാണ്. കാരണം ഈ കള്ള് കുടിച്ചിരിക്കുന്ന കുരങ്ങൻ കഞ്ചാവും വലിച്ചു, അതിൻ്റെ വാലിൽ തേളും കുത്തിക്കഴിഞ്ഞാൽ സ്വതവേ കുരങ്ങൻ്റെ സ്വഭാവം ചപലമാണ്. അപ്പോൾ ഇത്രയും കൂടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വിനാശം ആയിരിക്കും, ടോട്ടൽ സർവനാശം ആയിരിക്കും ഫലം. അതാണ് ഈ മണിയൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള മാനസികാവസ്ഥ. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഈ കവടി നിരത്തിൽ കണ്ട ഫലം. അത് മണിയൻ്റെ കാര്യം. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാരണഭൂതവും അപ്പം ഗോവിന്ദനെയും ഒന്നും മറക്കാൻ പറ്റില്ലല്ലോ. കാരണം കാരണഭൂതം പറയുന്നതെന്ന് പറഞ്ഞാൽ കാരണഭൂതത്തിൻ്റെ ഭരണത്തിനൊരു കുഴപ്പമില്ല. ഈ മണിയൻ്റെ ഒരു
ഡിഗ്നിഫൈഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണബോധത്തിന് എത്രത്തോളം മാന്യനാകാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ട് വേണം മണിയൻ്റെ ഒരു മാന്യനായ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കാണാൻ. കാരണം മണിയൻ തറ, കാരണബോധം കുഴിത്തറയാണ്. പക്ഷേ എന്നാലും മണിയനെ വെച്ച് നോക്കുമ്പോൾ പാതാളത്തറയല്ല എന്നുള്ളത് വെച്ചിട്ട് വേണം ഈ ഡിഗ്നിഫൈഡ് വേർഷനെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ. അപ്പോൾ കാരണബോധം പ്രത്യേകിച്ച് ന്യായമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും കാരണബോധത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് എൻ്റെ ഭരണം കിടിലം ഭരണമാണ്, ജനങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അത് ഈ പറയുന്ന താത്വികമായിട്ടൊരു അവലോകനം ചെയ്യാനായിട്ട് അപ്പം കോവിന്ദനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം കോവിന്ദം എന്ന് പറഞ്ഞിട്ട് പരാജയം വന്നത് തിരിച്ചടി തന്നെയാണ്. അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചടി അല്ലാതെ അന്തർധാരകൾ കൊളോണലിസവും ഫാസിസവും ബ്രാഹ്മണിക്കൽ ഹെജിമണി എല്ലാം കൂടി സങ്കലനം നടത്തി ഞങ്ങളെ തോൽപ്പിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് ഈ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് നിങ്ങളതിനെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി മുങ്ങി. പുള്ളി എന്താണ് പുള്ളി പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് കവടി നിരത്തി മഷിയിട്ടും എന്താ പറയുക, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്ത് വരെ ഒന്ന് ഗണിച്ചു നോക്കി. ഒന്നുമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പുള്ളി എന്താണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവണം, പിന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് അതും തഥൈവ. ഇനി ഈ അവിയലിൻ്റെ അവസാനത്തെ ഒരു കൂട്ടിലേക്ക് വരുമ്പോൾ വിഷയം സിനിമാ നടൻ ദിലീപാണ്. ഇപ്പോൾ സിനിമാ നടൻ ദിലീപ് ഇപ്പോൾ വളരെ ചൂടുള്ളൊരു ചർച്ചാ വിഷയമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ. അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ദിലീപിൻ്റെ ഭാവിയെക്കുറിച്ചല്ല, കാരണം അത് അദ്ദേഹം നോക്കിക്കൊള്ളും. കാരണം ഇനി നോക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് ഇതുവരെ കിട്ടിയ തിരിച്ചടിയൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് കവടി നിരത്തി നോക്കുമ്പോൾ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതി വിധിയിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അദ്ദേഹം പുറത്തു വന്നതിൽ 8 വർഷത്തോളം അദ്ദേഹത്തെ പിന്തുടർന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ശക്തികൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ പുറത്തു വന്നു എന്നുള്ളത്, കുറ്റവിമുക്തനാക്കപ്പെട്ട് പുറത്തു വന്നു എന്നുള്ള വസ്തുത ഈ ശക്തികളിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ സർവ്വശക്തിയും എടുത്ത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് അവർ എന്താ പറയുക, അതിൻ്റെ മുഖമായിട്ട് ആ ഒരു ആക്രമണത്തിൻ്റെ ഒരു പ്രധാന മുഖമായിട്ട് മുന്നിൽ നിർത്തുന്നത് നമ്മുടെ ശബ്ദ ആക്ടിവിസ്റ്റായിട്ടുള്ള ആൻഡിയാണ്. ആൻഡി എവിടെ നിന്നൊക്കെയോ രാജിവെച്ച് മുടിയഴിച്ച് തുള്ളി ഇറങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സുപ്രീം കോടതി വരെ ഞാൻ പോകും, പക്ഷേ വേടൻ്റെ കൂടെ ഞാൻ കെട്ടിപ്പിടിച്ച് നിൽക്കും എന്ന് പറഞ്ഞ് ആൻഡി നിൽപ്പുണ്ട്. അതിജീവിതയെ ജീവിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അതിജീവിതയെ ഇവരെല്ലാം കൂടി കൊണ്ടു നടന്ന് അവസാനം അതിൻ്റെ ജീവിതം ഗുദാഗവ ആക്കുമോ എന്നുള്ള ഒരു ബലമായ സംശയം ഈ കവടി നിരത്തിൽ നിഴലിച്ച് കാണുന്നുണ്ട്. ഇത് ആരെയും അപമാനിക്കാനൊന്നുമല്ല പറയുന്നത്, കണ്ട കാര്യം പറഞ്ഞു, തോന്നിയ കാര്യം പറഞ്ഞു, ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ശബ്ദ ആക്ടിവിസ്റ്റ് ആൻഡിമാരും ഒക്കെ കൂടി ഈ അതിജീവിതയെ ഒരു വഴിക്കാക്കും. ദിലീപിനെ ഒരു വഴിക്കാക്കിയോ ഇല്ലയോ, അതിജീവിതയെ ഒരു വഴിക്കാക്കുമോ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഇരട്ടത്താപ്പ്. 2 ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള നമ്മുടെ കഞ്ചാവ് വേടൻ്റെ കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനും ആ വേദി പങ്കിടാനും ഒന്നും ഈ ശബ്ദ ആക്ടിവിസ്റ്റ് ആൻഡിമാർക്കും ഈ ദിലീപിനെതിരെ ഘോരഘോരം കുരയ്ക്കുന്ന ആർക്കും ഒരു വിഷമവുമില്ല, സർക്കാരിനും ഒരു വിഷമവുമില്ല. പക്ഷേ ദിലീപിൻ്റെ കാര്യം വരുമ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിൽ ആദ്യത്തെ 6 പ്രതികളെയും വെറുതെ വിട്ടാൽ പോലും, ഇപ്പോൾ കോടതി ശിക്ഷിച്ച 6 പ്രതികളെ വെറുതെ വിട്ടാലും ദിലീപിനെ പിടിച്ച് തൂക്കിക്കൊല്ലണം. മറ്റെല്ലാവരെയും വെറുതെ വിടൂ. വേണമെങ്കിൽ ഗോവിന്ദസ്വാമിയും കൂടി ഒരു ബോണസായിട്ട് അതിൻ്റെ കൂടെ വെറുതെ വിടൂ. മറ്റേ ഒരു വേറൊരുത്തൻ കിടപ്പുണ്ടല്ലോ, ഒരു ഇസ്ലാം, അവനെയും വെറുതെ വിടൂ. ഈ ഭീകരരായിട്ടുള്ള സകല പ്രതികളെയും വെറുതെ വിടൂ. ഹാഫിസ് സയ്യിദിന് മാപ്പ് കൊടുക്കൂ. എന്നാൽ പോലും ദിലീപിനെ തൂക്കിക്കൊന്നാലേ ഭാരതത്തിൽ നീതി നടപ്പാക്കൂ. ചുരുങ്ങിയ പക്ഷെ ആൾ കേരളത്തിലെങ്കിലും നീതി നടപ്പാക്കൂ. അതാണ് അവസ്ഥ. എന്താ ചെയ്യുക? അതിൻ്റെ ഭാവി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ദിവസത്തേക്ക് കൂടി ഈ ചാനലിൻ്റെ മുമ്പിലിരുന്ന് മുട്ടയും തേരട്ടയും ഒക്കെ കൂടി ദിലീപിനെതിരെ കുരയ്ക്കുന്നത് കണ്ടിട്ടുള്ള വാർത്താ വിനോദം നിങ്ങൾക്കും എനിക്കും ലഭ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ ഭാവി. കുറേ ദിവസം കൂടി, കുറേ വർഷങ്ങൾ ചിലപ്പോൾ ഈ കുരകൾ നീണ്ടുപോകും. ദിലീപിൻ്റെ കാര്യം നോക്കിയാൽ കൊള്ളാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭയം, ഭക്തി, ബഹുമാനം എന്നുള്ള അടുത്ത ചിത്രം പുറത്തിറങ്ങാനുള്ള സമയമായി. അതിനെതിരെ തന്നെ അതിനെതിരെ തന്നെ ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു നീക്കം തന്നെ അതിനെതിരെ നടത്താനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിൻ്റെ അകത്ത് പോലും ബഹളങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ ദിലീപിന് കൊള്ളാം മുന്നോട്ട്.
അവസാനമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ പോറ്റിയെ കയറ്റിയ പാട്ട്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ അന്തം കമ്മികൾക്ക് വലിയൊരു അടിയായിരുന്നു ആ പാട്ട്. ആര്യ രാജേന്ദ്രൻ എത്രത്തോളം BJPയെ സഹായിച്ചോ അത്രത്തോളം തന്നെ ഈ പാട്ടും പലയിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയത്തിന് സഹായമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആകെ വിരൽ പിടിച്ചിട്ടുള്ള അന്തം കമ്മികൾ ഏതോ ഒരുത്തനെ കൊണ്ട് ഇതിനെതിരെ പരാതിയും കൊടുപ്പിച്ച് ഹൈന്ദവ വികാരം വ്രണപ്പെട്ടു, അയ്യപ്പസ്വാമിയുടെ ഭക്തിഗാനമാണ്, അതിൻ്റെ പാരഡി ഉണ്ടാക്കിയത് ഏതോ മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞുതുള്ളി ഇറങ്ങിയിട്ടുണ്ട്. DGPക്ക് പരാതി കൊടുത്ത് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ ഈ കവടി നിരത്തി നോക്കിയതല്ല, ഒരു ഹിന്ദു, ഒരു ദൈവവിശ്വാസി, ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഈ അധ്യായത്തിൽ അവസാനമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് എൻ്റെ ഭക്തനെന്നുള്ള നിലയിലുള്ള യാതൊരു സങ്കല്പങ്ങളെയോ വിചാരങ്ങളെയോ വ്രണപ്പെടുത്തിയിട്ടില്ല. എന്നെ ഒരു ഹിന്ദു എന്നുള്ള നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്നത്, സത്യസന്ധമായി വ്രണപ്പെടുത്തുന്നത് ശബരിമലയിൽ അമ്മണിമാരെ കയറ്റുന്ന അന്തം കമ്മികളും ശബരിമല അയ്യപ്പൻ്റെ തിരുനടയിൽ ചെന്ന് നിന്നിട്ട് കൈ കൂപ്പി ഒന്ന് തൊഴാൻ വിസമ്മതിക്കുന്ന, അല്ലെങ്കിൽ തീർത്ഥം കയ്യിൽ വാങ്ങിയിട്ട് കളഞ്ഞിട്ട് നേരെ അപ്പുറത്ത് ഏതെങ്കിലും ശവക്കല്ലറയ്ക്ക് മുമ്പിൽ പോയി നിന്ന് അവിടെ തലയെക്കെട്ടും കെട്ടി നിന്ന് അവിടുന്ന് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭവ്യതയോടെ ഇങ്ങനെ രണ്ട് കൈയും മേപ്പോട്ട് വളച്ച് പിച്ച വാങ്ങുന്നത് പോലെ വാങ്ങുന്ന ദേവസ്വം ബോർഡ് മന്ത്രിമാരാണ് എൻ്റെ വികാരങ്ങളെ, എൻ്റെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ, ഒരു ഹിന്ദു എന്നുള്ള നിലയിൽ എൻ്റെ വികാരങ്ങളെ കൂടുതൽ വ്രണപ്പെടുത്തുന്നത്. അല്ലാതെ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോറ്റിയെ കയറ്റിയ പാട്ട് അയ്യപ്പനെ അപമാനിക്കാനല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സത്യസന്ധമായ അയ്യപ്പനെ അല്ലെങ്കിൽ ശബരിമലയെ കൊള്ളയടിച്ച സഖാക്കളുടെ തനിനിറം തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ പാട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വികാരം ഒരു ഹിന്ദു എന്നുള്ള നിലയിൽ അതിൽ വ്രണപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലെ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി TVയുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.